ഇന്ന് നമ്മുടെ ഈ ഒരു 50th എപ്പിസോഡില് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എല്ലാവർക്കും ആള് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. നമ്മളെല്ലാവരെ പോലെ തന്നെ ഒരു 20, 21, 22 എനിക്ക് പ്രോപ്പർ ആയിട്ട് അറിയില്ല, കറക്റ്റ് ആയിട്ട് അറിയില്ല. ആ ഒരു ഏജ് വരെയും ആള് നമ്മളെല്ലാരെ പോലെ ഓടിച്ചാടി നടന്ന് ഇവരെ പോലെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഒരു പൂമ്പാറ്റെ പോലെ ഇങ്ങനെ പറന്ന് നടക്കായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഏജ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആൾക്കൊരു അസുഖം വന്ന് ആള് വീൽ ചെയറിലാവുകയാണ് ചെയ്തത്. പക്ഷേ സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത് ഇവിടെ നിന്ന് ഒരു കോള് വന്നപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു വേദി സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾ കൂടെയാണ്. ഓക്കെ, നമുക്ക് വെൽക്കം ചെയ്യാം. എനിക്ക് നമ്മുടെ 50th എപ്പിസോഡിലെ കേക്കിന് പകരം നമുക്ക് ആളുടെ ആ ഒരു സംഗീത മധുരം കൊണ്ട് തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം സിയ. സിയനെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. സിയ, എന്താണ് ഇതൊക്കെ? എന്താ കേക്കാണോ? ഇന്ന് 50th എപ്പിസോഡ് അല്ലേ? അതെ. അപ്പോ എല്ലാവർക്കും ഞാനൊരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. സിയ, ഇങ്ങനത്തെ ഒരു വേദി സിയയുടെ ഒരു സ്വപ്നമായിരുന്നില്ലേ? തീർച്ചയായിട്ടും സ്വപ്നം നമ്മൾ എന്നും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഉണർന്നിരിക്കുമ്പോ ഞാൻ കണ്ട സ്വപ്നമാണ് സൂപ്പർ സ്റ്റാറിന്റെ ഈ വേദി. പ്രത്യേകിച്ച് എന്താ പറയാ, ഇവിടെ ഇരിക്കുന്ന 4 പേരും ജഡ്ജസ് ആയിട്ടുള്ള അതുല്യ പ്രതിഭകളാണ്. അപ്പോൾ ഒരു ദിവസം പോലും MG സാറിന്റെയും ഷാനിക്കയുടെയും ശരത് സാറിന്റെയും മഞ്ജരി ചേച്ചിയുടെയും രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മഞ്ജരി ചേച്ചിയുടെ കരുണ ചെയ്യുവാൻ അത് കേൾക്കും. ശരത് സാറിന്റെ വിഷുക്കണി ആ പാട്ട്, 180 പാട്ട്, തട്ടത്തിന്മറയത്തിലെ പാട്ട്. പിന്നെ MG സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാട്ടിനേക്കാൾ കൂടുതൽ ഞാൻ രാഗം പഠിക്കുന്നത് സാറിന്റെ പാട്ടിൽ നിന്നാണ്. നഗുമ ആയിക്കോട്ടെ, കൺഫ്യൂഷൻ തീർക്കണമേ ഷൺമുഖപ്രിയ ആയിക്കോട്ടെ, ഒക്കെ എന്താ പറയാ, സത്യത്തില് പിന്നെ ഇവിടുത്തെ കുട്ടികളെ എല്ലാവരും കാണാൻ സാധിച്ചല്ലോ, ഒത്തിരി സന്തോഷമുണ്ട്. സിയ പാടുവോ? സിയ പാടും. സിയ പാട്ട് പഠിച്ചിട്ടുണ്ടോ, പഠിക്കുന്നുണ്ടോ? ഞാൻ 3 വയസ്സ് മുതല് പാടുന്നതാണ്. അമ്മയാണ് ആദ്യത്തെ ഗുരു. ഞാന് ഗുരുവായൂരപ്പന്റെ വലിയൊരു ഭക്തിയാണ്. അപ്പോൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് +2 കഴിഞ്ഞ് പാരാമെഡിക്കൽ, പാട്ടുപാടുന്ന ഡോക്ടർ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പാരാമെഡിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞൊരു അസുഖം ഡയഗ്നോസ് ചെയ്തപ്പോൾ കേരളത്തിലെ നമ്പർ 1 ന്യൂറോളജിസ്റ്റ് വിധി എഴുതി 2015 കുട്ടി ബെഡ് റിഡൺ ആവും, ലങ്സ് ഒക്കെ ചുരുങ്ങി പോവും, ശബ്ദം ഉണ്ടാവില്ല വിത്തിൻ 2 years. ഇനി നടക്കാൻ പറ്റില്ല, ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ളതിലൊന്നും എനിക്ക് വിഷമം ഉണ്ടായില്ല. പാട്ട് പാടാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോ 1 വർഷം ഞാൻ ഡിപ്രഷനിലായി. ആ ഒരു വർഷം മാത്രമാണ് പാട്ട് പാടാതിരുന്നത്. പിന്നീട് ഞാൻ എൻ്റെ ആരോഗ്യത്തിലേക്ക് ഫോക്കസ് ചെയ്തു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന പോലെ വാട്ട് യു ഫോക്കസ് യു വിൽ ബിക്കം. നിങ്ങൾ എന്തിനെ കേന്ദ്രീകരിക്കുന്നോ, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോ, നിങ്ങൾ അതായി തരും. അപ്പോൾ ഞാൻ പിന്നീട് ആ സർട്ടിഫിക്കറ്റൊക്കെ മാറ്റിവെച്ചു. ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, 2 നേരം യോഗ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പാരാമെഡിക്കൽ ഇൻകംപ്ലീറ്റ് ആയി. അങ്ങനെ മോഹൻ സിതാര സാറിന്റെ അക്കാദമിയിൽ മ്യൂസിക് പഠിച്ചു. +2 കഴിഞ്ഞപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നീട് അവിടെ 4 വർഷമാണ് മ്യൂസിക് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെയും പോവാൻ പറ്റാതായി. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പല വേദികളിലും പോയി പാടുമ്പോൾ അന്ന് വിധി എഴുതിയ ഡോക്ടറോട് ഞാനിപ്പോഴും ആരോഗ്യത്തോടു കൂടെ പാട്ടുപാടുന്നു എന്നുള്ളതിലാണ് ഞാൻ അഭിമാനിക്കുന്നത്. പിന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നൊക്കെ അറിഞ്ഞല്ലോ. അതെ, തീർച്ചയായിട്ടും. എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് മോട്ടിവേഷൻ. പാട്ടുപാടുന്ന സിയേക്കാളും കൂടുതലായിട്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിയാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ നത്തിങ് ക്യാൻ ടേക്ക് മൈ സ്മൈൽ അവേ. ഗുരുവായൂരപ്പൻ അങ്ങനെയാണ്. ഭഗവാനെ നോക്കുമ്പോൾ ഒരിക്കൽ പോലും കരഞ്ഞിരിക്കുന്നത് ചെറുപ്പത്തിലെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ഈ വേദിയിൽ എത്തിക്കുന്നത് വരെ ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും ചേർന്നിരിക്കാൻ തന്നെയാ തോന്നുള്ളൂ. പലരും ഈ കുട്ടിയെ വീൽ ചെയറിൽ എന്തിനാണ് എത്ര ബുദ്ധിമുട്ട്
കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് പാടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അവൾക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുപോകും. ഒരു വലിയ അതാണ് അമ്മ. അന്ന് മുതൽ അമ്മ തന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ മോട്ടിവേഷൻ. അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്ന ഓരോരുത്തരുടെയും സ്നേഹം കാണുമ്പോൾ എനിക്ക് തകർന്നിരിക്കാൻ തോന്നാറില്ല. സത്യത്തിൽ ഞാനൊരു വേദിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ വീടിനുള്ളിലിരിക്കുന്ന ആയിരം ആളുകൾ പല വേദികളിലും എത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ്. എങ്ങനെയാണ് സിയാസിയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ എങ്ങനെയാ പോകുന്നത്? ആക്ച്വലി മസ്കുലാർ ഡിസ്ട്രോഫിക്ക് അലോപ്പതിയിൽ ട്രീറ്റ്മെന്റ് ഇല്ല. സത്യത്തില് ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞതിന് മെഡിസിൻ ഇല്ല. ആയുർവേദത്തിലുണ്ട്, പക്ഷെ ഒരുപാട് പഥ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൽ നമ്മൾ റിക്കവർ ആക്കി തരാം 90% പറഞ്ഞത് ശർമാലയം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ ഞാൻ അവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്. ഹൈലി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇപ്പോൾ 3 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, സ്പോൺസർഷിപ്പിൽ കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സും പി ജയചന്ദ്രൻ ഫൗണ്ടേഷനാണ് അത് നടത്തിയത്. തുടർന്ന് ചികിത്സയ്ക്ക് ഒരുപാട് എക്സ്പെൻസ് ആവശ്യമാണ്. അപ്പം ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ലിംബ് ഗ്രിഡിൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്നാണ്. നമ്മളെ 3 കിങ്സില് ഒരു പേര് പറയില്ലേ, രാജരാജ റെഡ്ഡി. ആദ്യം മസ്കുലാർ ഡിസ്ട്രോഫി ആയിരുന്നു. പിന്നീട് ഞാൻ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ ലിംബ് ഗ്രിഡിൽ മസ്കുലാർ ഡിസ്ട്രോഫി ആയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓട്ടോസോമൽ ഡോമിനന്റ് ലിംബ് ഗ്രിഡിൽ. പിന്നെ പടത്തിലെ പോലെ. അപ്പോ അതിലൊന്നും വലിയ കാര്യമില്ല. സത്യത്തില് ഒരു എന്താ പറയാ, ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ വിധി മാറ്റി എഴുതേണ്ടത് നമ്മൾ തന്നെയാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോ സിയുടെ പാട്ട് എന്തായാലും വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. അതെ, താങ്ക് യു സർ. സിയുടെ വർത്തമാനം കേട്ടപ്പോൾ അതെ, സത്യത്തില് ഭയങ്കര പോസിറ്റീവ്നെസ് ആണ്. അതെ, കാരണം ഈ പറയുന്ന അസുഖങ്ങൾ ഒരു 5-6 പേര് കൂട്ടി വെച്ച് പറഞ്ഞല്ലോ, ഇതൊന്നും സിയെ ബാധിക്കുന്നില്ല. സിയ എന്തായാലും ശരി, സിയയ്ക്കൊരു പോസിറ്റീവ്നെസ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, കരഞ്ഞു കാണാറുണ്ട്, ചിരിച്ചു കാണാറുണ്ടെന്ന്. സിയ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. സിയ ആ കസേര മാറ്റി എഴുന്നേറ്റ് നടക്കും. താങ്ക് യു സർ. താങ്ക് യു. നടന്നിരിക്കും. ആ പോസിറ്റീവ്നെസ് ഉണ്ട്. യു വിൽ. താങ്ക് യു സർ. ക്യാൻ. യെസ് ഐ വിൽ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. എന്താ പാടാ ഞങ്ങൾക്ക് വേണ്ടി? വീരപുത്രൻ എന്ന സിനിമയിലെ കണ്ണോട് കണ്ണോര. ബ്യൂട്ടിഫുൾ. ഞാന് അതിന് പിന്നിലൊരു ചെറിയൊരു സ്റ്റോറി അല്ല, ഒരു ഇൻസിഡന്റ്. ഞാന് നിന്ന് പാടിയ അവസാനത്തെ പാട്ടാണത്. അപ്പോ ശ്രേയ മാമിന്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതാണ് ഞാൻ
നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും എന്തോ മറന്നു പോയി എന്ന പോലെ എപ്പോഴും തേടി വന്നു ഞാൻ തേടി വന്നു വിൺമണൽ കാട്ടിലും വൻകടൽ തന്നിലും ഞാൻ തിരഞ്ഞു നിന്നെ ഞാൻ തിരഞ്ഞു നിന്റെ മാറത്ത് ചായുന്ന നേരത്ത് എന്നിലെ എന്നെ ഞാൻ തിരിച്ചറിഞ്ഞു ആ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണിനും കണ്ണായൊരുൾ കണ്ണിൻ തുമ്പത്ത് കണ്ണീർ കിനാവായി തുളുമ്പി നിൽക്കും. സബാഷ് 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ വേദിയില് എന്റെ അത്യാഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല, ഒരാഗ്രഹം കൂടിയുണ്ട്. എനിക്ക് ശരത് സാറിന്റെ വിഷുക്കിളി കണിപ്പൂ കൊണ്ടുപോവാ, അത് ഒന്ന് സാറിന്റെ ഒപ്പം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പിന്നെന്താ സാറിന്റെ കൂടെ ഉറപ്പായിട്ടും പിന്നല്ലാണ്ട് ഞാൻ അങ്ങോട്ട് വന്ന് പറയണോ ഇവിടെ നിന്ന് പാടിയാ മതി. ഇളം കാറ്റിലൊരീണം മൂളും നാരോ. അടുത്ത ഞാനാണോ? സൂപ്പർ സൂപ്പർ. അടിപൊളി അടിപൊളി. സബാഷ് സബാഷ്. ഓക്കെ, അപ്പൊ സിയ കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ്, ഈ മധുരം ഞാൻ എല്ലാവർക്കും കൊടുക്കും. പക്ഷെ ഞങ്ങളുടെ വക ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. ആൻഡ് താങ്ക് യു സിയ ഇവിടെ വന്നതിലും. അപ്പൊ സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിൽ വരിക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു. ഇനി മനസ്സിലുള്ള എല്ലാ സ്വപ്നങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.